ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുട്ടീസൊക്കെ എല്ലാവരും വീട്ടിലുള്ള സമയമല്ല, അവർക്ക് വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒറ്റ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അത് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കാനുണ്ടാവും. അപ്പോൾ ഒരു വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വേവിച്ചതല്ല, പച്ചയായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്യാരറ്റൊക്കെ തോരൻ വെക്കാൻ വേണ്ടി ഗ്രേറ്റ് ചെയ്യില്ല, അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇടാൻ. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 3-4 തവണ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം ഇതിൽ ആ ഒരു സ്റ്റാർച്ച് പോയാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഈ സ്നാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കുക. ശരിക്കും നമ്മൾ കഴുകി കഴിയുമ്പോൾ ഒരു 3-4 തവണ കഴുകി കഴിയുമ്പോൾ വെള്ളം നല്ലപോലെ തെളിഞ്ഞ് വരും. ആ ഒരു പരുവത്തിൽ വരണം. അപ്പം നല്ലപോലെ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, വെള്ളം നല്ല തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 3 തവണ കഴുകിയപ്പോഴത്തേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് കളയണം. അപ്പോൾ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് നേരം വെച്ച് അരിച്ചെടുക്കുകയൊന്നും വേണ്ട. ചെറിയൊരു നനവ് നമുക്ക് എന്തായാലും വേണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പകരം ഗരം മസാല ചേർത്താലും മതി. പിന്നെ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ ആ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അഥവാ ഒരുപാട് ലൂസാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിതെല്ലാവരുടെയും ആ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പൊടി ചേർക്കുമ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പൊടി കുറച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതേ പരുവ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ വേണ്ട. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് നല്ല തിന്നായിട്ട് കൈവച്ച് പരത്തിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കട്ടി കൂടുമ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതുപോലെ കൈവച്ച് പരത്തി കൊടുക്കണം. എന്നിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് ഈ സ്നാക്ക് ഉണ്ടാവുക. കാരണം ഉരുളക്കിഴങ്ങും കൂടിയല്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലുള്ള ചൂടിൽ നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ടും ഒന്ന് കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വൈകുന്നേരം ചായക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് ഒരുപാട് ഇഷ്ടമാവും. കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റാം. എണ്ണ ഉണ്ടാവും കുറച്ച്. അപ്പോൾ നമ്മളതൊന്ന് ടിഷ്യൂ പേപ്പറിൽ ഇടുമ്പോഴത്തേക്ക് അത് പൊയ്ക്കോളും. അല്ലാതെ ഒത്തിരി എണ്ണ അതുമ്പോൾ പിടിച്ചിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പകുതിയോളം കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി പകുതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. കാരണം ഉണ്ടാക്കി ഇട്ടപ്പോൾ തന്നെ ഇവിടെ തീറ്റ തുടങ്ങിയായിരുന്നു. കാരണം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.